SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പ്രയോജനകരമാകുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 29 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2026 മെയ് മാസത്തിൽ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? DK ശിവകുമാർ. സിദ്ധരാമയ്യ രാജിവെച്ചതിനെ തുടർന്ന് ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയാകും. 2026 ജനുവരിയിൽ കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സിദ്ധരാമയ്യ സ്വന്തമാക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. അടുത്തിടെ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഐസ്ലാൻഡ് സ്വിറ്റ്സർലൻഡിനേക്കാൾ ചിലവേറിയ രാജ്യമായി മാറി. അവിടെ വീട്ടുവാടക, ഭക്ഷണം, മറ്റ് സേവനങ്ങൾ എന്നിവയ്ക്കുള്ള ചിലവ് വളരെ കൂടുതലാണ്. ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ ആദ്യമായി സ്വർണം നേടിയ അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ആരാണ്? രാജ രൺധീർ സിംഗ്. 1978 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലാണ് അദ്ദേഹം സ്വർണം നേടിയത്. 1987 മുതൽ 2010 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അദാനി ഗ്രീൻ എനർജി സ്ഥാപിച്ചത് എവിടെയാണ്? ഗൗഡ, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ കമ്പനിയായ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് ഈ വൻകിട ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ ഏകദേശം 10 ലക്ഷത്തോളം വീടുകൾക്ക് ആവശ്യമായ ക്ലീൻ എനർജി നൽകുവാൻ ഈ പദ്ധതിക്ക് സാധിക്കും. 2026 മെയ്യിൽ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? സിക്കിം. ഉല്ലാസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി അഥവാ നവഭാരത് സാക്ഷരതാ പരിപാടി പ്രകാരം സിക്കിമിനെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. സിക്കിമിന് മുൻപ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച മറ്റ് 4 സംസ്ഥാനങ്ങൾ മിസോറാം, ഗോവ, ത്രിപുര, ഹിമാചൽ പ്രദേശ് എന്നിവയാണ്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.